സംരംഭക വർഷം 2.0യുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചത് 9,879 സംരംഭങ്ങൾ. 704.31 കോടിയുടെ നിക്ഷേപമാണ് ഇതിലൂടെയുണ്ടായത്. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ വ്യവസായ ഉന്നമന പദ്ധതിയിൽ 262 സംരംഭങ്ങളും ജില്ലയിൽ ആരംഭിച്ചു. 2 പദ്ധതികളിലും 100% നേട്ടം കൈവരിച്ചതിന്റെ ആഘോഷം ജില്ലാ കളക്ടർ BR വിനോദ് ഉദ്ഘാടനം ചെയ്തു. സംരംഭകരെ സഹായിക്കുന്ന നയമാണ് സർക്കാരിന്റേതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. വിപണി അറിഞ്ഞ് ഗുണമേന്മയുള്ള ഉൽപ്പന്നം നൽകിയാൽ സംരംഭകർക്ക് വിജയിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സർപ്ലസ് വരുമ്പോഴേക്കും അഗ്രികൾച്ചറൽസിനെ സംബന്ധിച്ചോളം വളരെ ചീപ്പായിട്ട് വിൽക്കേണ്ടി വരും. ടൊമാറ്റോ 100 രൂപയ്ക്ക് 1 കിലോ വിൽക്കേണ്ടി വരും, 2 രൂപയ്ക്കും 1 കിലോ വിൽക്കേണ്ടി വരും. പൈനാപ്പിൾ ചില സമയത്ത് പ്രൈസിന് വിൽക്കേണ്ടി വരുന്നു, ചില സമയത്ത് വലിയ പ്രൈസിന് വിൽക്കേണ്ടി വരും. അപ്പൊ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി കൂടുതൽ വാല്യൂ അഡീഷൻ അതിന് വേണ്ടി വരും. കോൾഡ് സ്റ്റോറേജുകൾ വേണ്ടി വരും, പ്രോസസ്സിംഗ് വേണ്ടി വരും. അപ്പൊ നമ്മുടെ വലിയൊരു സ്ട്രെങ്ത്, നമ്മുടെ രാജ്യത്തിലുള്ള ലോകത്തിന്റെ ഫുഡ് ക്രൈസിസിന് തന്നെ ഒരു സൊല്യൂഷനാണ് ഇന്ത്യ. അങ്ങനെയായിട്ടുള്ള പല രാജ്യങ്ങൾക്കും സോൾവ് ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് പറ്റും. ആ പൊട്ടൻഷ്യൽ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് ആക്കി മാറ്റുന്നതിന് വേണ്ടി സാധിക്കുക. ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയിൽ അനന്തമായ സാധ്യതകളാണ്. നമ്മുടെ കേരളത്തിലും അഗ്രികൾച്ചറിലൂടെ തുണിഞ്ഞിറങ്ങാൻ പലരും താല്പര്യം കാണിക്കാത്തത് മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. സംരംഭക വർഷം 2.0 പദ്ധതിയിൽ 9,800 സംരംഭങ്ങൾ ആരംഭിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും 79 എണ്ണം കൂടുതലായി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1966 സംരംഭങ്ങൾ വനിതകളുടേതാണ്. 22,653 തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ സൃഷ്ടിച്ചത്. കാർഷികോൽപാദന ഭക്ഷ്യ സംസ്കരണ മേഖലയിലാണ് കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഗാർമെന്റ്സ്, എഞ്ചിനീയറിംഗ്, മരം അധിഷ്ഠിത വ്യവസായം, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, IT എന്നിവയും ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ R ദിനേശ് അധ്യക്ഷത വഹിച്ചു. മാനേജർമാരായ CK മുജീബ് റഹ്മാൻ, K പ്രശാന്ത്, A അബ്ദുൽ ലത്തീഫ്, M ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ് മലപ്പുറം.